ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ രണ്ടെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയായിരുന്നു എൻ്റെ ആ ജേണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മേലെ കാണുന്ന ഈ 2-3 ഫോട്ടോസ് ഇതൊക്കെയായിരുന്നു ഒരു 5-6 ഇയേഴ്സ് വരെ എൻ്റെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഈ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല എനിക്ക് വന്നിരിക്കുന്നത്, എനിക്ക് വെയ്റ്റിലും ഞാൻ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ നിയർലി 70 ആയിരുന്നു എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 57 ആ റേഞ്ചിൽ, 56 ആ റേഞ്ചിലാണ് എൻ്റെ വെയിറ്റ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് നമ്മളെല്ലാവരും ലുക്കിംഗ് ഗുഡ് അല്ലെങ്കിൽ ലുക്കിംഗ് ബെറ്റർ എന്ന് കാണിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അത് ഇപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ പുറത്ത് പോവാൻ മടിക്കുമ്പോഴും അല്ലെങ്കിൽ നല്ല ലൈറ്റ് കളേഴ്സ് ഡ്രസ്സ് ഇടാൻ ഞാൻ മടിക്കുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ കളറ് ഷോള് ഞാൻ ഒരു 6 ഇയേഴ്സ് ബാക്ക് ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് പ്രിഫർ ചെയ്യില്ല. ഓൾമോസ്റ്റ് ഞാൻ ഇടാൻ ആഗ്രഹിക്കൽ എപ്പോഴും ബ്ലാക്ക് കളേഴ്സ് ആയിരുന്നു. കാരണം എൻ്റെ നിറം ഒരുപാട് എടുത്ത് കാണിക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് തന്നെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് പറയുന്നതിനേക്കാളും ഞാൻ ആ ടൈമിൽ ഫേസ് ചെയ്ത കാര്യങ്ങൾ ഇന്ന് ഞാനത് എങ്ങനെ മാറ്റി ചിന്തിച്ചു അല്ലെങ്കിൽ എങ്ങനെ ഞാൻ അതിലൂടെ ഓവർകം ചെയ്തു വന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ ബോഡി ഷെയ്മിംഗ് ഒക്കെ പറയുന്ന സമയത്ത് ഒരു ബോഡി ഷെയ്മിങ് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ ഒരാൾ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന സമയത്ത് എനിക്കത് വിഷമം ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ഈ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ഈ ഒരു ഇൻസൾട്ട് അനുഭവിക്കുന്ന സമയത്ത് അത് ഓവർകം ചെയ്ത് വരാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ അത് കഴിയാതെ വരുന്നവരാണ് 100% എന്ന് ഞാൻ അത് ഉറപ്പിച്ച് പറയും. കാരണം നമ്മൾ ഭൂരിഭാഗം ആളുകൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഈ സിറ്റുവേഷനിൽ മുമ്പ് ഉണ്ടായിരുന്ന ആളുകൾ ഇന്നിപ്പോൾ ഉണ്ടെങ്കിൽ സ്കൂൾ പഠിക്കുന്ന കുട്ടികളാകാം. ഇത് കൂടുതൽ ഫേസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഗേൾസ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവർ സ്കൂളിൽ പോകുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഡ്രസ്സ് മുതൽ, ചെരുപ്പ് മുതൽ, അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങൾ മുതൽ, ഒരു തിരഞ്ഞെടുക്കുന്ന തട്ടം മുതൽ, ഒരു ഫംഗ്ഷന് പോകാൻ അല്ലെങ്കിൽ ഒരാളുടെ ഇടയിൽ നിൽക്കാൻ, ഒന്ന് പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി സംസാരിക്കാൻ, എല്ലാത്തിനും ഇവർക്ക് ബാക്കിൽ നിൽക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരിക്കും. അത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ബോഡി ഷേമിങ്. അപ്പോൾ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അനുഭവിക്കുന്നത് അത് ഒരു ചെറിയ വിഷയം അല്ല ഒരിക്കലും. കാരണം ആ ടൈമിൽ എനിക്കായാലും ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കാൻ മടി തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഒരു 9th 10th സമയത്ത് ഞാൻ സ്കൂൾ ലീഡറായിരുന്നു. അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഏതായാലും എൻ്റെ സ്കിൻ ഇങ്ങനെയാണ്, ഞാൻ നിറമില്ല അല്ലെങ്കിൽ എൻ്റെ അപ്പിയറൻസ് ഇങ്ങനെയാണെന്ന് കരുതി നമ്മൾ അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നമ്മളതിന് ഇതാക്കിയിട്ട് കാര്യമില്ല. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഒന്നുകിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുക, നമ്മളുടെ രൂപം അല്ലെങ്കിൽ നമുക്ക് പടച്ചോൻ തന്നത് ഇതാണ് എന്ന് കരുതിയിട്ട് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളൊരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഞാൻ മനസ്സറിഞ്ഞുള്ളൊരു ഉമ്മാൻ്റെ പ്രാർത്ഥനയായിട്ടാണ് പറയുന്നത്. എല്ലാവരുടെ പ്രാർത്ഥന ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ആസ് എ മദർ ഞാൻ അതായിരുന്നു പ്രാർത്ഥിച്ചത്. ആയുസ്സുള്ള ഒരു കുഞ്ഞിനെ പടച്ചോനെ എനിക്ക് തരണേ എന്നായിരിക്കും ഏതൊരു ഉമ്മമാരും പ്രാർത്ഥിക്കുന്നത് അല്ലേ. ഇപ്പോൾ വയറ്റിലുള്ളൊരു സ്ത്രീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും അവളുടെ പ്രാർത്ഥനയും അത് തന്നെയായിരിക്കും. എനിക്ക് ആയുസ്സോടു കൂടി ഒരു കുഞ്ഞിനെ തരണേന്ന് അല്ലേ. അപ്പോൾ ഞാനും എല്ലാവരെ പോലെയും അത് തന്നെയാണ് പ്രാർത്ഥിച്ചത്. കാരണം എന്നെ സംബന്ധിച്ച് നിറം, തടി ഇല്ലായ്മ, ഹൈറ്റ് ഇല്ലായ്മ, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിറം വരുത്താൻ അത്ര എളുപ്പമാണോ? പൈസ ചിലവില്ലേ? ഹൈറ്റ് ഇല്ലെങ്കിൽ അത് വരുത്താൻ അത്ര എളുപ്പമാണോ? അതെങ്ങനെയാണ്? അതൊക്കെ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതല്ല. അല്ല, നമുക്ക് എല്ലാത്തിനും പ്രതിവിധി ഇന്ന് നമ്മുടെ ലോകത്തുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പറയുമ്പം ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടൊരു കാര്യമാണ് ഈ നിറം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ചോദിക്കും, നിറം എന്ന് പറയുന്നത് ഒരു വിഷയമാണോ? കറുത്തിട്ടായാലും എന്നെ അംഗീകരിക്കാൻ പറ്റുന്നവർ എന്നെ അംഗീകരിച്ചാൽ മതി എന്ന് പറയുന്നവർ, കോൺഫിഡൻറ്റോട് കൂടി പറയുന്നവരുണ്ടാവും. ഞാൻ പറയുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ്. അത് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ നിറം വെച്ചെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആൾ മാറാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നിറം വെച്ചെന്ന് വിചാരിച്ചിട്ട് എന്നെ ആളുകൾ മുമ്പുള്ളതിൽ കൂടുതൽ ഇപ്പം അംഗീകരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല.
പറയുന്നില്ല. എപ്പോഴും നമ്മളുടെ കാര്യങ്ങൾ, എൻ്റെ അപ്പിയറൻസ് എനിക്ക് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടും എന്നുണ്ടെങ്കിൽ ഗോ ഹെഡ്. അതാണ് ഞാൻ പറയുന്നത്. സോറി, അതായത് ഞാൻ കുറച്ച് വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് എനിക്ക് കൂടും. എന്തുകൊണ്ടാണ് തടിയുള്ളവർ മുഴുവൻ തടി കുറയ്ക്കാൻ വേണ്ടി നടക്കുന്നത്? ഇപ്പോൾ തടി ഇല്ലാത്തവർ നോക്കിയിട്ട് എന്താ എൻ്റെ കോലം, ഈ തടി തീരെ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ അവർക്കും ഇതുപോലെ ആകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. ബിക്കോസ് അവരുടെ സെൽഫ് കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസ് ഒരു ബ്രൈറ്റൻ അപ്പ് ആവുന്നതിൽ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് കൂടുന്നുണ്ടെങ്കിൽ യെസ്, ഓഫ് കോഴ്സ് സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് കൂടെ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഒരിക്കലും കളർ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് ഞാൻ പറയില്ല. ഇപ്പം ഞാൻ ഒരു 6 വർഷം മുന്നേ എങ്ങനെയായിരുന്നോ അതിൽ നിന്നും എനിക്ക് ഇതിലോട്ട് വന്ന ചേഞ്ചസ് കാരണം ഞാൻ അനുഭവിക്കുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. ഇതൊരിക്കലും ഒരാളുടെ മുന്നിൽ പൊക്കി കാണിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ എനിക്ക് നല്ല രീതിയിൽ നിൽക്കാനോ വേണ്ടി, എനിക്ക് എൻ്റേതായ സെൽഫ് കോൺഫിഡൻസ് കൂടുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന സന്തോഷമുണ്ട്. സന്തോഷം ഉണ്ടാകുമ്പോഴാണ് മനസ്സിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. മനസ്സിന് ആരോഗ്യം ഉണ്ടെങ്കിലേ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഞാൻ ഈ പറയുന്നത് എത്ര പേര് യോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ കളർ ട്രാൻസ്ഫോർമേഷൻ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമാണ്. തടി കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തടി കുറയ്ക്കുക തന്നെ വേണം. മെലിഞ്ഞ നിങ്ങൾക്ക് വണ്ണം വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വണ്ണം വെക്കുക തന്നെ വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കളർ കുറവുണ്ടോ? അതിന് വലിയ പൈസ ചിലവും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ ഇനിയുള്ള വീഡിയോസിൽ അത് എത്ര വളരെ സുലഭമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ എന്തിനാണ് നമ്മളെക്കുറിച്ച് ഒരു നെഗറ്റീവ് പറയാൻ വേറെയുള്ള ഒരാൾക്ക് നമ്മൾ എന്തിനാണ് ഇട കൊടുക്കുന്നത്? പിന്നെ പറയുന്നൊരു കാര്യം, ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ടു ഡു ദിസ് ആൻഡ് ഓൾ. എനിക്ക് ഇതെല്ലാം ചെയ്യാനുള്ള സമയം എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇതാണ് പിന്നെ പറയുന്നൊരു കാരണം. സമയം എല്ലാവർക്കും ഉണ്ട്, അത് നമ്മൾ ആ സമയം ഉണ്ടാക്കിയെടുക്കുന്നതിലാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന പോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ അത്. ഇപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ, ഇപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത് ഇതാണ്. ഏതൊരു കാര്യം നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതിലൂടെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം, മാർക്കറ്റിൽ ഒരുപാട് വൈറ്റനിങ് ക്രീം ഉണ്ട്. അത് വാങ്ങി നിങ്ങളുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മറ്റുള്ളവർ പറയുമായിരിക്കും, എന്തിനാണ് ഇതൊക്കെ വാരി തേക്കുന്നത്, നിനക്കതൊന്നും ചേരുന്നില്ല, ഒന്നായിട്ട് ഒരു കഥയാണെന്ന് പറയുമ്പോൾ നിനക്കത് പോസിറ്റീവാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വൈറ്റനിങ് ക്രീമിനെ പ്രൊമോട്ട് ചെയ്യല്ലോ അവിടെ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇഫ് യു ആർ ഫീലിംഗ് ദാറ്റ് ഈസ് ഗുഡ് ഫോർ യു മീൻസ് ഗോ ഹെഡ്. അത് ഏത് ഫിസിക്കൽ അപ്പിയറൻസ് ചേഞ്ച് ആവുമ്പോൾ കിട്ടുന്ന സെൽഫ് കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്കറിയൂ. ഇപ്പം ഞാൻ ഇന്ന് യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു 6-7 വർഷം മുന്നേ ഉള്ള ഞാനായിരുന്നെങ്കിൽ ഒരു പക്ഷേ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങില്ല. കാരണം എൻ്റെ അപ്പിയറൻസ് എനിക്ക് തന്നെ നമുക്ക് ഇപ്പം ഞാൻ ഒരു തടിയുള്ള ഒരാളാണ്, കളറില്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനതിനെ ഇഷ്ടപ്പെടാത്ത പ്രശ്നമല്ല. ഈ മറ്റുള്ളവരിത് പറഞ്ഞ് നടക്കുമ്പം ഞാൻ നിറമില്ലല്ലേ, ഞാൻ തടി കൂടുതലാണല്ലേ, അങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാതിരിക്കുകയും നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും ഇത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ മാർക്കറ്റ് കാണുന്ന എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ യൂട്യൂബിൽ കാണുന്ന എല്ലാ സാധനങ്ങളും വാരി വലിച്ചങ്ങ് തേച്ച് യൂസ് ചെയ്യും. അപ്പോൾ ഏതൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം ഒരു ട്രാൻസ്ഫോർമേഷൻ വേണ്ടിയിട്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അവർ അടുത്ത വീഡിയോസ് മുതൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിശ്വസിക്കുകയാണ്. ആരോഗ്യപരമായിട്ടും മനസ്സിന് സന്തോഷമായിട്ടും ഇരിക്കുക. അത് തന്നെ നമ്മളുടെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. ടാറ്റ, ബൈ ബൈ.